3 പതിറ്റാണ്ട് മുമ്പ് മുസ്ലിം ലീഗ് വിട്ട് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ലീഗ്. രൂപീകരണ കാലം തൊട്ട് ഇടതോരം ചേർന്നാണ് ഈ പാർട്ടി സഞ്ചരിച്ചത്. 2.5 പതിറ്റാണ്ടിലേറെ മുന്നണിക്ക് പുറത്തുനിന്നു INL. വലിയ പ്രതിസന്ധികളെയും ആ പാർട്ടി നേരിട്ടു. ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, കാസർകോട്ടെ MLA NA നെല്ലിക്കുന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പാർട്ടി വിട്ടുപോയി. അപ്പോഴും ഈ പാർട്ടി നിലനിന്നു. ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഉയർത്തിപ്പിടിച്ച ആദർശ രാഷ്ട്രീയത്തിൻ്റെ കൊടി അഹമ്മദ് ദേവർകോവിലും കാസിം ഇരിക്കൂറും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തിപ്പിടിച്ചു. 2019 ഇടതുമുന്നണിയുടെ ഭാഗമായി INL. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനത്തേക്കും INLൻ്റെ ഒരു നേതാവെത്തി. അവരുടെ രൂപീകരണ കാലം തൊട്ട് അവർ ആഗ്രഹിച്ച കാര്യമാണ് ഇതൊക്കെ. ആ സമയത്ത് തന്നെ ഇടതുമുന്നണിയിൽ അവർക്ക് പ്രവേശനം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി ഇന്ന് ഇതുപോലെ ആകുമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും എല്ലായിടങ്ങളിലും ഉയരുന്നുണ്ട്. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ഈ പാർട്ടി ഇന്നും നിലനിൽക്കുന്നത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഉയർത്തിപ്പിടിച്ച ആ രാഷ്ട്രീയ ആദർശത്തിൻ്റെ ഫലമായി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി LDFന് നേരിടേണ്ടി വന്നു. മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നടങ്കം UDFന് ഒപ്പം പോയി എന്നുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് INLൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറാണ്. എന്താണ് INLന് സംഭവിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഇത്രയും വലിയ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരം അദ്ദേഹം നൽകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ക്വസ്റ്റ്യൻ അവർ ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാസിം ഇരിക്കൂർ. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചർച്ചയിലേക്കൊക്കെ ഇപ്പോഴും അത് പോവുകയാണ്. ഇടതുമുന്നണിക്ക് വലിയ പരാജയം, ഒരുപക്ഷെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു പരാജയം ഇടതുമുന്നണിക്ക് സംഭവിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഒന്നടങ്കം UDFലേക്ക് പോയി. അത്തരമൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയിട്ടുള്ളത്? 2019 ഇതേപോലെയുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടായത് LDFന്. അന്നും തന്നെ ഒരു സീറ്റിൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് ഒരു സീറ്റിൽ ജയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി ഉടനെ തന്നെ സംസ്ഥാന കമ്മിറ്റി ചേർന്നു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന സമയത്ത് വെറും കേരളത്തിലെ രാഷ്ട്രീയമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത്. കാരണം ഈ 2019 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ രാജ്യത്തെക്കുറിച്ച് വളരെ നിർണായകമാണ്. ഈ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമായി തുടരണോ വേണ്ടേ എന്നുള്ള വലിയൊരു ചോദ്യമാണെന്ന് ഉയർന്നത്. അതിനുള്ള മറുപടി തേടിക്കൊണ്ടായിരുന്നു എല്ലാവരും ഇലക്ഷനിൽ പങ്കെടുത്തതും വോട്ടിങ്ങിൽ സജീവമായതും. അതുകൊണ്ട് തന്നെ വെറും കേരളത്തിൻ്റെ രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഇതിനെ വിലയിരുത്തുന്നതിൽ അത് പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തെ മൊത്തത്തിലെടുത്തുകൊണ്ടാണ് വിലയിരുത്തിയത്. ആ വിലയിരുത്തതിൽ ഒന്നാമതായി ഞങ്ങൾ കണ്ടത് എങ്ങനെയെങ്കിലും ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു മതേതര വിശ്വാസികൾ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. അതിൻ്റെ ഫലം നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു. കാരണം കഴിഞ്ഞ 400 സീറ്റിൽ മുകളിൽ എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയും കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദി അതുപോലെ തന്നെ BJPയും കേവല ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ. അതായത് 60 സീറ്റ് കഴിഞ്ഞ തവണയിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടു. വെറും പാർട്ടിക്ക് 64 സീറ്റ് ഘടകകക്ഷികൾക്കും നഷ്ടപ്പെട്ടും കൊണ്ട് തന്നെ ലോലമായൊരു ഭൂരിപക്ഷത്തിൻ്റെ മേലാണ് ഇപ്പോൾ അവർ ഭരിക്കുന്നത്. കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമത്തെ ഒരു ഉത്തരം എങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്നുള്ള ഒരു ആകാംക്ഷയും ഒരു ആഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് LDF മുന്നിൽ വെച്ചത് LDF മുഖേന മതേതര ശക്തികളെ ഏറ്റവും കൂടുതൽ കരുത്തതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭദ്രമായ
ഒരു സംവിധാനം അവിടെയും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായും തന്നെ കോൺഗ്രസിനെ ആശ്രയിച്ചും കൊണ്ട്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ ആശ്രയിച്ചും കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് രൂപം കൊടുത്തു. അതോടൊപ്പം തന്നെ കേരളത്തിൽ സംഭവിച്ച മറ്റൊരു സംഭവവികാസം, ഇതിനു മുമ്പും BJP ഇവിടുത്തെ ഒരു സാന്നിധ്യമാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടി, ഒരു MPയെ നേടി, ഒരു ഡസനോളം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് സാധിച്ചതും മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടുണ്ട് സംഭവം. അതിൽ ന്യൂനപക്ഷങ്ങൾ മുഴുവനും തന്നെ UDFന് വോട്ട് ചെയ്തു എന്ന് ഒരിക്കലും തന്നെ കരുതാൻ പറ്റില്ല. ന്യൂനപക്ഷങ്ങളിൽ സാധാരണ LDFന് വോട്ട് ചെയ്ത കുറേ അഭ്യുതകാംക്ഷികളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നിഷ്പക്ഷമതികളുണ്ട്. അവരുടെ വോട്ട് ഇത്തവണ കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച സംഭവം. അതല്ലാതെ കോൺഗ്രസിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ മുഴുവനും തന്നെ ആ ഭാഗത്ത് പോയി എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോഴും തന്നെ വലിയൊരു വിഭാഗം LDF വിഭാവന ചെയ്യുന്ന ഒരു മതേതര കാഴ്ചപ്പാടുണ്ടല്ലോ, അതുമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന് പറയുന്ന വലിയ മനുഷ്യന് ചരിത്രത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ രൂപം കൊടുത്ത ഈ പാർട്ടിക്ക് എന്നും തന്നെ ശുദ്ധമായ മതേതര പക്ഷത്ത് നിന്നുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ലോകം മുഴുവൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ മതേതര പ്രതിബദ്ധതയുള്ള മുന്നണി എന്ന കാര്യത്തിൽ ഞങ്ങൾ അവരോടൊപ്പം നിന്നു. ഒരിക്കലും തന്നെ ഒരു മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയും ചെയ്യില്ല. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും കമ്മിറ്റഡായ സെക്കുലറിസ്റ്റുകൾ ഇവിടുത്തെ ഇടതുപക്ഷം തന്നെയാണ്. ഈ ഇത്രയും വലിയ തോൽവിയുടെ ഒരു ആഘാതം കുറച്ചെങ്കിലും കുറച്ചത് ന്യൂനപക്ഷം തന്നെയാണ്. ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട് തന്നെയാണോ ഈ ഒരു ആഘാതം കുറച്ചത്? അങ്ങനെ ഒരു വിലയിരുത്താൻ നമുക്ക് കഴിയുമോ? ന്യൂനപക്ഷങ്ങൾ പരമാവധി വോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ LDF തന്നെ, പ്രത്യേകിച്ച് CPM നേതൃത്വം തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയപ്പോൾ പറയുകയുണ്ടായി, ഇതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറയായ ഈഴവ വോട്ടിൽ അവർക്ക് കുറച്ച് കുറവ് നഷ്ടം വന്നിട്ടുണ്ട്. അതിൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിന് വലിയ പങ്കുണ്ട്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഈ നിർണായക ഘട്ടത്തിൽ കൈക്കൊണ്ട നിലപാട് ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ സഹധർമ്മിണിയൊക്കെ തന്നെ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു, BJDക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വോട്ട് പിടുത്തം ഇദ്ദേഹം കൂടി നടത്തിയോ എന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത്. അതല്ല, ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് ഈ പൗരത്വ ഭേദഗതി നിയമമായാലും ഈ നമ്മുടെ അങ്ങനത്തെ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടായി. അതൊരു അപകടകരമായ സൂചനകളല്ലേ? BJPക്ക് വോട്ട് വർദ്ധിക്കാൻ അത് കാരണമായിട്ടുണ്ട്? ഇല്ല, അതൊരിക്കലും സാധ്യതയില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ CAA പ്രശ്നം, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ ഫലസ്തീൻ പ്രശ്നമാവട്ടെ, അത് തെരഞ്ഞെടുപ്പില്ലെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ കാലഘട്ടത്തിലും CPM ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളാണ്. ഇത് യഥാർത്ഥ CAA വിഷയം ഒരു മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഭരണഘടനാപരമായൊരു പ്രശ്നമാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാ വിഭാഗങ്ങളും തുല്യരാണ്, ജാതി മതഭേദമന്യേ. ഭരണഘടനയുടെ 14-15 ഖണ്ഡിക അതാണ് പറയുന്നത്. അതിന് വിരുദ്ധമായാണ് ഇവിടെ CAA കൊണ്ടുവന്നിരിക്കുന്നത്. ആ തലത്തിലാണ് LDF പ്രത്യേകിച്ചും CPM ഒക്കെ തന്നെ ആ വിഷയത്തെ ഉയർത്തി കാണിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകം മുഴുവനും തന്നെ ഈ നിയമത്തിനെതിരെ, ഇവിടുത്തെ കോൺഗ്രസോ അല്ല മുസ്ലിം ലീഗോ വലിങ്ങനെ ശബ്ദിക്കുന്നില്ലെങ്കിലും UN ഇതിനെതിർത്തു. അതുപോലെ തന്നെ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന വെസ്റ്റേൺ കൺട്രീസ് മുഴുവൻ തന്നെ ഇതിനെതിർത്തു. ലോകത്ത് നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇതിനെ എടുത്തു. പിന്നെ ഫലസ്തീൻ പ്രശ്നം നിങ്ങൾ നോക്ക്, എത്ര യൂറോപ്യൻ രാജ്യങ്ങളാണ് ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ അഭിമാനിക്കണം. ആദ്യമായി ഫലസ്തീനെ അംഗീകരിച്ച ഒരു നോൺ അറബ് രാഷ്ട്രം എന്നത് ഇന്ത്യയാണ് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ. ഇവിടെ ഇൻഡോ ഫലസ്തീൻ ഐക്യശ്രമമൊക്കെ ഇതുണ്ടായി. ആ കാലഘട്ടത്തിൽ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു ഞങ്ങളുടെ വന്യനായ ഇബ്രാഹിം സുലൈമാൻ സേട്ട്. ഫലസ്തീൻ പ്രശ്നം ഒരിക്കലും തന്നെ ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമല്ല, ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ്, പൗരത്വ പ്രശ്നമാണ്, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഇടതുപക്ഷം ഈ വിഷയങ്ങളൊന്നും ഉയർത്തിയില്ലെങ്കിൽ ഇടതുപക്ഷം അല്ലാതാവും, യാതൊരു സംശയവുമില്ല. കാരണം വർഗസമരത്തിൻ്റെ മറ്റൊരു രൂപമാണ് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ പൗരാവകാശത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം മതകീയമായ ഒരു ചിന്ത വരികയാണെങ്കിൽ അത് അവർ മനസ്സിലാക്കുന്നതിൽ പറ്റിയ പിഴവ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ സർ. ദേശീയ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചത് എന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ ഈ തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിക്കാൻ കാരണമായത് ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അത് ഗോവിന്ദ മാസ്റ്റർ അടക്കം സൂചിപ്പിച്ച കാര്യമാണ്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മുന്നണി സംശയിക്കുന്നത്? എനിക്ക് തോന്നുന്നു മുന്നണി LDF ഈ വിഷയത്തിൽ കാതലായ അല്ലെങ്കിൽ ആഴത്തിലുള്ള ചർച്ചയൊന്നും ഇവരെ നടന്നിട്ടില്ല. അതേ സമയത്ത് എല്ലാ പാർട്ടികളും തന്നെ ഈ വിഷയം വിശകലനം ചെയ്ത കാര്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതേ സമയത്ത് അത്തരം വികാരം ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഒരു മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ഞാൻ പറയട്ടെ അപാരമാണ്. അതായത് ഈ ഗവൺമെൻറ്റിനെതിരെ ഈ കഴിഞ്ഞ 3 വർഷം തുടർച്ചയായിട്ടും തന്നെ ഇവിടുത്തെ മീഡിയ പ്രവർത്തിക്കുക. അതായത് ഒരു ഭരണ തുടർച്ച ഉണ്ടായത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ്. എന്തോ പിണറായി ജീവിതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അപരാധം ചെയ്തു എന്ന നിലക്കാണ് വിഷയത്തെ അവതരിപ്പിക്കുന്നത്. ഒരു പ്രകൃതി വിരുദ്ധമാണ് ഇവിടെ ഭരണ തുടർച്ച എന്ന നിലക്കാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓരോ നിലപാടിനെയും നിശിതമായി വിമർശിക്കുക എന്നല്ലാതെ വസ്തുതകൾ നിരത്താൻ വേണ്ടി ഒരിക്കലും തന്നെ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഏത് വിഷയമാവട്ടെ, ഒന്ന് ഇതിൻ്റെ പേരും പറഞ്ഞ് അവരുദ്ദേശിക്കുന്നത് വഞ്ചനമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പരാമർശിച്ചും കൊണ്ട് ഒരു തരത്തിലുള്ള വ്യക്തിഹത്യയാണ്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പെൻഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മാവേലി സ്റ്റോറിൻ്റെ അതിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെയാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായ കാരണങ്ങൾ ഇവർ നിരത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമുള്ള പൈസ കൊടുക്കുന്നില്ല, ന്യായമായ പണം അനുവദിക്കുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് പിടിച്ചു നിർത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന് പ്രധാന കാരണം ഇവരുടെ RSSൻ്റെ ഐഡിയോളജിയിലേക്ക് പോകണം. RSSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുമാത്രമല്ല, ഈ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ NDA ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ പിന്തിരിപ്പ നയങ്ങളെ LDF എതിർക്കുന്നത് പോലെ ഇവിടെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? ആരും എതിർക്കുന്നില്ല. കാരണം ഏത് സമയത്തും തന്നെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ CPIയുടെ നേതൃത്വമാണ് എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യയശാസ്ത്ര ശത്രുക്കളായിട്ട് കാണുകയാണ്. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടുമ്പോഴല്ലേ BJPക്ക് ഊനം തട്ടുന്നത്? പക്ഷെ ഒരിക്കലും തന്നെ ഈ BJPക്കാർ കോൺഗ്രസിനെ ശത്രുക്കളായി കാണുന്നില്ല, മുസ്ലിം ലീഗിനെയും കാണുന്നില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുക്കളാവേണ്ടിയിരുന്നത് RSSും BJPയാണ്. പക്ഷേ അവർ സമയം കിട്ടുമ്പോൾ തന്നെ കെട്ടിപ്പുണരുകയാണ് അവരുടെ നേതാക്കളെ കാണുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായും ശത്രുക്കളായിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കാണുന്നു, അതിൻ്റെ ആശയഗതിയെ കാണുന്നു. അതുകൊണ്ട് ഈ കേരളത്തിനെതിരെ അവർ ശക്തമായ നിലപാടെടുത്തു. നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂരിൽ നിൽക്കുന്നവർക്ക്. ആ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ അവസ്ഥ എന്താണ് അതിന് തകരാറ്? ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതി മനോഹരമായ ഏറ്റവും നല്ല ലാൻഡിംഗ് സൗകര്യമുള്ള ഒരു വിമാനത്താവള, അവിടെ ഇതുവരെ അന്താരാഷ്ട്ര സർവീസ് അനുവദിച്ചിട്ടില്ല. അതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കേണ്ട മറ്റു പല ആനുകൂല്യങ്ങളും അനുവദിച്ചില്ല. എന്തുകൊണ്ട്? ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മധ്യത്തിലായിപ്പോയി, ഇടതുപക്ഷം മുൻകൈ എടുത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യത്തിൽ മാത്രമല്ല, മോഡി ഗവൺമെൻറ്റിൻ്റെ ഓരോ നയവും ഓരോ നിലപാടും ഓരോ തീരുമാനിക്കപ്പെടുന്നത് അവിടെ നാഗ്പൂരിൽ ഹെഗ്ഡേവർ ഭവനിൽ വെച്ചിട്ട് RSSൻ്റെ ആസ്ഥാനത്ത് വെച്ച RSS ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പാർട്ടി മുസ്ലിം ലീഗ്. അതിൽ തന്നെ EP ജയരാജൻ്റെ ഒരു റോൾ. നിരന്തരം EP ജയരാജൻ മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ മുസ്ലിം ലീഗിനെ വലിയ തോതിൽ പുകഴ്ത്തുന്നു, മുന്നണിയിലേക്ക് വരണം എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുക? ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിനെയാണ് CPM ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഔപചാരികമായി ക്ഷണിച്ചു എനിക്ക് തോന്നില്ല. അതുമാത്രമല്ല,
മുസ്ലിം ലീഗിൻ്റെ ചില നിലപാടുകൾ, അതായത് നമ്മുടെ പൗരത്വ വിഷയം വന്നപ്പോൾ, അതുപോലെ തന്നെ ഫലസ്തീൻ പ്രശ്നമൊക്കെ വന്ന സമയത്ത് അവരെയും കൂടി സഹകരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. അതല്ലാതെ രാഷ്ട്രീയപരമായി നമ്മൾ സഖ്യത്തിൽ ഏർപ്പെടണം അല്ലെങ്കിൽ മുന്നണിയിലേക്ക് വരണം എന്ന് ക്ഷണിച്ചോ എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട്, പ്രത്യേകിച്ചും ഒരു ന്യൂനപക്ഷ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയോട് ഒരു മമത കാണിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ സഹകരിപ്പിക്കുന്നത് കൊണ്ടോ വലിയ തെറ്റുണ്ടെന്ന് തോന്നില്ല. നിങ്ങൾ പറയുന്ന പുകഴ്ത്തൽ അത് എത്രമാത്രമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതും മുപ്പരി നമുക്കൊക്കെ തന്നെ ഈ സഖാവ് ഇ പി ജയരാജൻ്റെ ഇതറിയാം, ഏത് നിലക്കാണ് പെരുമാറുന്നത് എന്നൊക്കെ. അദ്ദേഹം എല്ലാവരും തന്നെ വളരെ സൗഹൃദത്തിൽ കഴിയുന്ന ഒരു നേതാവാണ് സംഭവം. അതുമാത്രമല്ല, വളരെ കാർക്കശ്യമായ ഒരു ഹാർഡ് കോർ ഇതിലേക്കൊന്നും അദ്ദേഹം കിടക്കാറില്ല. ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവ് എന്ന നിലക്ക് തന്നെ അദ്ദേഹം പെരുമാറുന്നത് കാണാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ LDFിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂലങ്കഷമായി ശ്രമിച്ചു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആ മാത്രമല്ല, LDFന് അതിൻ്റെ ആവശ്യമില്ലതാനും. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഈ തിരിച്ചടി ഒരു എന്താണ് പറയേണ്ടത്, പലരും പ്രതീക്ഷിച്ചതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ 20ൽ 20 നേടുമെന്ന് UDFകാരും അതുപോലെ തന്നെ ചില സർവേകളൊക്കെ പറഞ്ഞതാണ്. കാരണം ഇവിടുത്തെ കേരളത്തിൽ ഒരു പാറ്റേൺ ഉണ്ട്. നിയമസഭയിൽ ഒരു പാറ്റേണാണ്, ലോകസഭയിൽ ഒരു പാറ്റേണാണ്. കഴിഞ്ഞ തവണ ഇതേപോലെ 19 സീറ്റിലും ജയിച്ചു വന്ന UDF ആണ്. അവസാനം 100 സീറ്റ് 99 സീറ്റാണ് നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് കിട്ടിയത് സംഭവം. അതിനു മുമ്പും കിട്ടി. അതുകൊണ്ട് മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ പരിഹരിക്കും എന്നുള്ളൊരു ചിന്ത LDFൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആ മാത്രമല്ല, മുസ്ലിം ലീഗിന് അങ്ങനെ LDFൽ ഒരിക്കലും വരാൻ സാധിക്കില്ല. കാരണം ആ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയില്ല. അവർ BJP വിരുദ്ധതയല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ ദൈവനിഷേധികളാണ്, മതനിരാസത്തിൻ്റെ വക്താക്കളെന്നും പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അടക്കം വഴിതെറ്റിച്ചും കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എക്കാലത്തും നിൽക്കുന്നത്. 1948 രൂപീകരിച്ച പാർട്ടി 1967 വരെ ഗതികെട്ട പ്രേതമായി അലയുകയായിരുന്നു. ഒരു മുന്നണിയും ചേർത്തില്ല. അന്ന് കോൺഗ്രസിൻ്റെ മുന്നണിയാകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഇവർ പല ഗവൺമെൻറ്റിനും നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചു, എന്നിട്ട് പോലും ചേർത്തില്ല. അന്നത്തെ തമിഴ്നാട് പ്രസിഡന്റ് കാമരാജിൻ്റെ വീട്ടിലേക്ക് കായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ പോയി. അദ്ദേഹത്തെ വളരെ മാന്യമായി വീട്ടിൽ നിന്ന് വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുമായി ഒരു ബന്ധത്തിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. 67 ആകുമ്പോഴേക്കും തന്നെ അന്നത്തെ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് വരുന്നു. ആദ്യമായി 2 മന്ത്രിമാർ വരുന്നു, CH മുതുവായ സാഹിബും അതുപോലെ തന്നെ അഹമ്മദ് കുട്ടി കുരിക്കളും. അതോടുകൂടിയാണ് ലീഗിൻ്റെ നസീബ് തലയിലെടുത്ത് തെളിയുന്നത്. അതിനുശേഷമാണ് ലീഗ് കേരളത്തിലെ ഒരു ഗണ്യമായ ശക്തിയായി മാറുന്നതും. അതുകൊണ്ട് തന്നെ ലീഗിന് എന്നും തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. അണികളിൽ മാത്രമേ അത് കുത്തിച്ചൊലിച്ചിരുന്നുള്ളൂ. അതിനുശേഷം സഖാവ് അച്യുത മേനോനെ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരിക മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി. അതിന് നേതൃത്വം കൊടുത്തത് ബാഫക്കി തങ്ങളാണ്. അതിന് തൊട്ടു മുമ്പ് 1960കളിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യുന്നത് ഹറാമാണ് എന്നുള്ളതിൻ്റെ ഫത്വ കിട്ടാൻ വേണ്ടി സമസ്തയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന സദഖത്തുല്ലാ മൗലവിയെ സമീപിച്ചത് ബാഫക്കി തങ്ങളും കൂട്ടരും കൂടിയാണ്. അതായത് പാർട്ടി അണികളെ രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കി ഒരു മതനിരപേക്ഷ സമൂഹമായി വളർത്തുന്നതിന് പകരം എന്നും തന്നെ ഒരു സമുദായ പാർട്ടിയായി മതപാർട്ടിയാക്കി മാറ്റാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും തന്നെ ആ പാർട്ടിക്ക് രാഷ്ട്രീയം പറഞ്ഞ് അണികളെ നിലനിർത്താൻ പറ്റില്ല എന്നുള്ളത്. ഞങ്ങൾ നേരെ മറിച്ച ഞങ്ങൾ പക്ക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഉള്ള അണികളെ പിടിച്ചു നിർത്തുന്നത്. ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷതയുടെ പേരും പറഞ്ഞ എന്തുകൊണ്ട് LDFൻ്റെ ഭാഗമായി മാറണം, എന്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി മാറണം, ഈ വിഷയത്തിലാണ്. ഞങ്ങൾ ഒരിക്കലും തന്നെ സാമുദായികത പറയാറില്ല. ഇബ്രാഹിം സുലൈമാൻ സേട്ട് പാർട്ടി രൂപീകരിക്കുന്നത് വരെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അദ്ദേഹം അന്ന് പാർട്ടി 1994 ഏപ്രിൽ 23 ഡൽഹിയിലെ ഐബാനെ ഹാളിൽ വെച്ച് പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു, സാമുദായിക രാഷ്ട്രീയത്തോട് നമ്മൾ ഇന്നോടുകൂടി വിട പറയുകയാണ്. അതിൻ്റെ ജീർണത, അതിൻ്റെ ദുര്യോഗം, അതിൻ്റെ ദുരന്തം അനുഭവിച്ചവരാണ് നമ്മൾ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്നത്. അതിൽ നിന്ന് അണുപിഴ ഞങ്ങൾ ഇതുവരെ വ്യതിചലിച്ചിട്ടില്ല. ആരെങ്കിലും വ്യതിചലിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പിടിച്ചു പുറത്താക്കി. അതിൽ ബെസ്റ്റ് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ PMA സലാം.
അദ്ദേഹത്തിന് ആദ്യമായി ജയിക്കുന്നത് 2006 കോഴിക്കോട് 2ാം മണ്ഡലത്തിൽ വെച്ചാണ്. INL ആദ്യത്തെ MLA. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ഒരു പൂതി വന്നു, മന്ത്രിയാവണം. അന്ന് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ സമയമായിരുന്നു. പക്ഷേ അന്ന് ഘടകകക്ഷികൾക്കൊന്നും അവരെ മന്ത്രിയാക്കിയില്ല, ഒരു MLA കിട്ടിയത്. അതോടുകൂടിയാണ് ഇദ്ദേഹം കൂടുതൽ അധികാരമോഹത്തോടുകൂടി മുസ്ലിം ലീഗിൽ പച്ചപ്പ് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ MLA ആകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. രാജ്യസഭയിലേക്ക് പോകാൻ വേണ്ടി നോക്കി അവസാനം ഇതുവരെ കേൾക്കാത്ത ഹാരിസ് ബീരാൻ എന്ന് പറയുന്നൊരു വക്കീലിനെ പിടിച്ചിട്ട് ഇവർ മെമ്പറാക്കിയിരിക്കുക. എത്ര വക്കീലന്മാരുണ്ട്? കേസ് നടത്താൻ വേണ്ടിയാണോ രാജ്യസഭയിലേക്ക് പോകുന്നത്? അങ്ങനെ കപിൽ സിബാൽ ഇല്ലേ, ദുഷ്യന്ത് ദവേ ഇല്ലേ, ഏറ്റവും പ്രഗത്ഭരായത്. അതായത് അതൊരു പേയ്മെൻറ്റ് സീറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. അതും VK ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന വളരെ വിവാദനായ കേരള രാഷ്ട്രീയത്തിൽ ഒരു കുപ്രസിദ്ധമായ ഒരു അഴിമതിയുടെ ഭാഗമായ മനുഷ്യൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ പിടിച്ചിട്ടാണ് ഇപ്പോൾ രാജ്യസഭ സീറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ പാർട്ടിയിൽ ജനാധിപത്യമില്ലാത്തതുകൊണ്ട്, ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട്, എല്ലാം തന്നെ പാണക്കാട്ട് ആത്മീയതയിൽ നമുക്ക് എടുക്കാമെന്നുള്ള ഒരു എന്താ പറയുക അന്ധവിശ്വാസം കൊണ്ട് ശബ്ദം ഉയരുന്നുണ്ട്. പക്ഷേ ശബ്ദം നമ്മൾ പുറത്ത് കേൾക്കുന്നില്ല എന്ന് മാത്രം. ഈ അന്ന് PMS സലാമും NA നെല്ലിക്കുന്നും ഒക്കെ എടുത്ത ആ തീരുമാനം അതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ അന്നേ നിങ്ങളെ ചേർത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ലീഗിനേക്കാൾ വലിയൊരു ശക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? അതൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് INL വിധിയോട് മല്ലടിച്ച് മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനമാണ്. അതായത് CKP ചെറിയമുക്കൈ എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യൻ കാലഘട്ടത്തെ കേൾക്കുമ്പോളിൽ ഒതുക്കിയ, എന്താണ് പറയേണ്ടത്, രാഷ്ട്രീയത്തിലെ കിരീടം ചൂഴാത്തൊരു മനുഷ്യനായിരുന്നു എൻ്റെ പ്രഥമ പ്രസിഡന്റ്, തലശ്ശേരിക്കാരനായ അദ്ദേഹം. അദ്ദേഹത്തിന് 3 മാസം മാത്രമേ ഈ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ളൂ. വിധി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് വരുന്നത് PM അബൂബക്കർ സാഹിബ. അദ്ദേഹം ആവട്ടെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ സമാദരണീയ നേതാവും മുൻ മന്ത്രിയും ഇടതുപക്ഷവുമായി ഏറ്റവും അടുത്തിടപഴകുന്നൊരു മനുഷ്യരാണ്. അതിന് 3 മാസത്തിന് ശേഷം അദ്ദേഹവും പോയി. പിന്നീട് വരുന്നത് UA ബീരാൻ സാഹിബ. അദ്ദേഹം ശാരീരികമായി അവശത അനുഭവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞങ്ങൾ പറയാറുണ്ട്, ആസാമിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം പോലെ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സേട്ടു സാഹിബിൻ്റെ തണലിൽ ഞങ്ങൾ യുവജന പ്രസ്ഥാനമായിരുന്നു ഈ പാർട്ടിയെ മുന്നിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറേ ശ്രമിച്ചത്. ഡോക്ടർ A വഹാബ് സാഹിബായിരുന്നു പ്രസിഡന്റ്, ഞാനായിരുന്നു ജനറൽ സെക്രട്ടറി. അതുപോലെ തന്നെ ഇപ്പോഴുള്ള കുറേ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു സംഭവം. പക്ഷെ അന്ന് ഞങ്ങൾക്ക് മാർഗദർശനമായി സേട്ടു സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തണലിൽ ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായവും ആശീർവാദങ്ങളും നൽകിയിരുന്നു സംഭവം. പക്ഷെ പ്രതിസന്ധികളെ ഞങ്ങൾ അതിജീവിച്ചു. എത്ര വല്ല പ്രതിസന്ധി വന്നാലും ഞങ്ങളുടെ അടിസ്ഥാന നയത്തിൽ നിന്ന് യാതൊരു വ്യതിയാനവുമില്ല എന്നുള്ളത്. 1996 പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പത്രങ്ങളൊക്കെ എഴുതി LDFിൻ്റെ ഭാഗമായി INL മത്സരിക്കുമെന്ന്. പക്ഷെ അന്നത്തെ സാഹചര്യം കൊണ്ട് നമ്മൾ ആഴത്തിൽ വിശകലനം നടത്തിയിട്ടില്ല. LDFിന് ഞങ്ങളുടെ ഒരു ഘടകകക്ഷിയാക്കി എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങളാണെങ്കിൽ സേട്ടു സാഹിബ് അടങ്ങലെന്ന് പറഞ്ഞത് മുന്നണിയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾ മത്സരിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ മൊത്തത്തിൽ ചർച്ച പൊളിഞ്ഞപ്പോൾ അന്ന് 7 സീറ്റ് INLനെ LDF വാഗ്ദാനം ചെയ്തിരുന്നു 96. അദ്ദേഹം അന്ന് MP എന്ന നിലക്ക് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടതിനെ കോഴിക്കോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളാകെ സഖ്യം പൊളിഞ്ഞല്ലോ, എന്താ നിങ്ങളുടെ നിലപാട്, നിങ്ങൾ UDFിലേക്ക് പോവുകയാണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ആർജമുള്ള ശബ്ദമായിരുന്നു അൺകണ്ടീഷണൽ സപ്പോർട്ട് ഫോർ ലെഫ്റ്റ് പാർട്ടീസ്. ഇടതുപക്ഷത്തിന് നിരുപാധിക പിന്തുണ. ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവരെ പിന്തുണക്കും, അതിന് അല്ലാത്ത ബാക്കി എല്ലാ സീറ്റിലും തന്നെ നിരുപാധിക പിന്തുണയാണ് എന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ഇങ്ങനത്തെ ഒരു ചരിത്രം വായിച്ചിട്ടുണ്ടോ? പക്ഷേ അദ്ദേഹം അതിനുശേഷം നമ്മളോട് പറഞ്ഞു, ഒരിക്കലും തന്നെ ഇടത് പക്ഷത്തിന് നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല. പിന്നെ 2001 വരുന്ന സമയത്ത് ഇവിടെ കണ്ണൂരിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അന്നും നമ്മുടെ ശ്രീമാൻ K സുധാകരനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അതിനുശേഷം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ പിന്നെ 2006 ആകുമ്പോഴേക്കും തന്നെ PMS സലാം മത്സരിച്ചു. പിന്നെ ഒരു ഘടകകക്ഷി അല്ലെങ്കിലും തന്നെ ഘടകകക്ഷികൾക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ തണലുകൾ ഞങ്ങൾക്ക് നൽകിയിരുന്നു സംഭവം. പക്ഷേ ചിലർക്ക് എന്താണ് പറയേണ്ടത്, മന്ത്രിയനാവണം എന്നുള്ള നിലക്കാണ് PMS സലാമും അതുപോലെ തന്നെ ഈ NA നെല്ലിക്കൊക്കെ തന്നെ പെട്ടെന്ന് സ്ഥലം വിടുന്നത്. അതായത് ക്ഷമയില്ല. അന്ന് 1-2 പത്രങ്ങൾ എഴുതി
INL കുറച്ചും കൂടി ക്ഷമിക്കേണ്ടതുണ്ട്. കാരണം ഈ ഭാഗത്തുള്ളത് മുസ്ലിം ലീഗ്. അതിന് ബദലായി ഒരു LDFുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേ പ്രതിസന്ധികളും പ്രാരബ്ധങ്ങളും ഉണ്ടാകും. അത് അതിജീവിക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ അന്നും ഇബ്രാഹിം സുലൈമാൻ സേട്ട് പ്രതീക്ഷകൾ അർപ്പിച്ചത് യുവ നേതൃത്വമായിരുന്നു. അദ്ദേഹം പറഞ്ഞു അവർ കുറച്ചും കൂടി ഇതുള്ളത്, കാരണം പഴയ ആ ജീർണതയുള്ള നേതൃത്വമല്ല. ഇപ്പം കാണുന്ന അഹമ്മദ് ദേവർകോവിൽ സാഹിബും ഞങ്ങളും, അതുപോലെ തന്നെ ഹംസ ഹാജി സാഹിബ് നമ്മുടെ മാട്ടുമില്ലേ, അതുപോലെ തന്നെ തിരുവനന്തപുരം ഡോക്ടർ അമീൻ എന്ന് പറഞ്ഞാൽ ഫസൽ ഗഫൂറിൻ്റെ ബ്രദറിലോ ആണ്. അതുമാത്രമല്ല വളരെ ഇതിലുള്ളൊരു അക്കാഡമിഷ്യനും അതുപോലെ തന്നെ ഡോക്ടറൊക്കെ ആയിരുന്നു. അവരെല്ലാം കൂടിയിട്ടാണ് ഈ പാർട്ടി മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾക്ക് ആ സമയത്തൊന്നും തന്നെ ഞങ്ങളുടെ അണികൾ പോയിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണമായി കണ്ണൂരിലാവട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂറിലാവട്ടെ, അല്ലെങ്കിൽ മാട്ടൂരിലാവട്ടെ, അണികൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും ശക്തികേന്ദ്രമായ കാസർകോട്ട് നമുക്കൊരു മാറ്റവും വന്നില്ല, കോഴിക്കോട്ടും ഒരു പ്രശ്നം വന്നില്ല. ഇവരുടെ കൂടെ ഒക്കെ പോയത് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊതിക്കുന്നവർ മാത്രമാണ്. ഏതോ ഒരു തവണ കാസർകോട്ടെ നേതാവ് PMA സലാമിനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പാർട്ടി INL ലയിച്ചു എന്നൊക്കെ, അല്ല മുസ്ലിം ലീഗിൽ ലയിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ ഉള്ളതിനേക്കാൾ ശക്തമാണല്ലോ INL സംഭവിച്ചാണത്. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ 2011 കോഴിക്കോട് കടപ്പുറത്ത് ഒരു ലയന സമ്മേളനം നടത്തി. പക്ഷേ ലയിച്ചത് സലാമും അതുപോലെ തന്നെ നെല്ലിക്കുന്നും മാത്രം. അണികൾ ആരും തന്നെ പോയിട്ടില്ല. ഒരു യഥാർത്ഥ സെട്ടൂസാവിൻ്റെ അനുയായിക്ക് ഒരു പാർട്ടിയിലും പോകാൻ പറ്റില്ല, ഉറപ്പാണ്. ഞങ്ങൾക്ക് അചിന്തനീയമാണ് അത് സംഭവം. കാരണം ഞങ്ങളുടെ കാഴ്ചപ്പാട് ആ നിലക്കൾ ഒന്നാം മനുഷ്യനോടുള്ള സ്നേഹം, ബഹുമാനം, അതോടൊപ്പം തന്നെ നിലപാടിലുള്ള ആ ശുഷ്കാന്തി ഉണ്ടല്ലോ, ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത്. തത്വാധിഷ്ഠിതം എന്നൊക്കെ പറയും, ഐഡിയോളജിക്കലി ബേസ് ഉണ്ട്. ആ ബേസാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. നമ്മൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ ഇടതുപക്ഷത്തേക്ക് വേണ്ട എന്ന് തന്നെയാണോ INL ഈ മുന്നണി യോഗത്തിലൊക്കെ ആവശ്യപ്പെട്ടിരുന്നത്? ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ആ കാര്യത്തിലൊക്കെ? ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഇങ്ങനെ മുസ്ലിം ലീഗിനെ LDFിലേക്ക് കൊണ്ടുവരണോ വേണ്ടോ എന്നുള്ള ഒരു ചർച്ചയും തന്നെ LDF നടന്നിട്ടില്ല എന്നുള്ളത്. ഇത് പുറമേലുള്ള ഒരു അക്കാദമികമായ ചർച്ചകൾ മാത്രമാണ് നടന്നത്. എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്ന സമയത്ത് നമ്മൾ പത്രക്കാരതിനെ എന്താണ് പറയുക കൂടുതൽ വിപുലീകരിച്ചും കൊണ്ട് ചില ചർച്ചകൾ, വിവാദങ്ങൾ ഉണ്ടാക്കും. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു രഹസ്യ അജണ്ട എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നില്ല, ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നമ്മൾ പുറത്ത് കേൾക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇടതുപക്ഷത്തേക്ക് വരണം എന്നും, പക്ഷേ KM ഷാജി, MK മുനീർ തുടങ്ങിയ അത്തരത്തിലുള്ള നേതാക്കൾ, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെ ശക്തമായി എതിർക്കുന്നു. പാണക്കാട് തങ്ങൾ ഈ കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പുറമേലുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെയാണ് സംഭവം. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥകൾ ഒന്ന് നോക്ക്. രണ്ട് മുന്നണി ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു സംഭവവികാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കോൺഗ്രസ് ഒറ്റക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്. ഇവിടുത്തെ ഒരു സന്തുലിതാവസ്ഥയുണ്ട്, ആ സന്തുലിതാവസ്ഥ തെറ്റും. ഒരു ബാലൻസ് ഓഫ് പവർ, ബാലൻസ് ഓഫ് പൊളിറ്റിക്സ് ഉണ്ട്, അത് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമാണ്, യാതൊരു സംശയവുമില്ല. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതായത് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് എന്ന ഒരു സംവിധാനം ഇല്ലാതാകും, അവിടെ ഒരു സ്പേസ് ലഭിക്കുക BJPക്കാണ്. യാതൊരു സംശയവുമില്ല, BJPക്ക് ഒരു സ്പേസ് ഉണ്ടാവും. ആ മാത്രമല്ല എല്ലാവരുടെയും ചിന്താഗതിയിൽ നിങ്ങൾ പറഞ്ഞില്ലേ കേരളത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്താഗതിയാണ്. നേരത്തെ CAൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണോ അത് ബൂമറാങ്ങറായി മാറിയെന്ന് ചോദിച്ചല്ലോ. അതുപോലെ തന്നെ ഒരു ചെറിയ സംഭവവികാസമോ ചലനമോ ഉണ്ടാകുന്ന സമയത്തിൽ അതിൻ്റെ പ്രത്യാഘാതവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംഭവം. പിന്നീട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ലീഗ് ഉള്ള സമയത്തല്ലാതെ LDFിൻ്റെ ഭാഗമായിട്ടില്ല. പിന്നീട് വരുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് മാത്രമാണ്. അതും അഖിലേന്ത്യാ ലീഗ് 11 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആ ശരീഅത്ത് വിവാദം വന്നു, അതിനുശേഷം മുസ്ലിം ലീഗ് അതിലേക്ക് ലയിച്ചു. പക്ഷേ അപ്പോഴും തന്നെ ആ ലയനൊക്കെ തന്നെ കൃത്രിമമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കി. അതിൻ്റെ ചരിത്രം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. യഥാർത്ഥത്തിൽ ആ ശരീഅത്ത് വിവാദത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ലയനം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു എന്ന് ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ആ കാര്യം പഠിച്ചതാണ്. ഇതിനെല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്നത് ഗൾഫിൽ നിന്നുള്ള ചിലരാ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രമാണിമാരുടെ ഗൾഫ് മുഖേന ഇപ്പോൾ രംഗത്തേക്ക് വന്ന കുറേ ബിസിനസ് ഗ്രൂപ്പിൻ്റെ അവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു സംഘമാണ്.
അതേസരം അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ താഴേക്കിടെയുള്ള നേതാക്കന്മാരും അണികളും ആവട്ടെ, അവർ വേറൊരു ചിന്താഗതിക്കാരാണ്. ഈ ഒരു ബിസിനസ് താല്പര്യം അല്ലെങ്കിൽ സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യമുള്ള ഒരു നേതൃത്വമാണ് മുസ്ലിം ലീഗിലുള്ളത്. അതിൽ ആരൊക്കെ പങ്കാളികളാവുന്നു എന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോഴൊന്നും പറയുന്നില്ല. അതിലെല്ലാവരും പങ്കാളിയാണ്. ഈ പറയുന്ന ആത്മീയ നേതൃത്വം ഒക്കെ തന്നെ ഈ ഒരു ലോബിയുടെ ഭാഗമാണ്. ഇവരുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദുബായിലെ ചില ഹോട്ടലുകളിൽ വെച്ചിട്ടാണ്. ഈവൻ ഒരു ആനുഷികമായി പറയുക, ഷാഫി പറമ്പിൽ മത്സരിച്ച സമയത്ത് അതിന് ഏത് നിലയിൽ അവിടെ ശൈലജ ടീച്ചറെ തോൽപ്പിക്കണം എന്ന് തീരുമാനിച്ച ചർച്ചകളൊക്കെ നടന്നത് ഖത്തറിലും ദുബായിലുമാണ്. ഇവിടുന്ന് ബാഗും എടുത്തിട്ട്, പണത്തിൻ്റെ ബാഗും എടുത്തിട്ട് അവിടെ നിന്ന് ആൾ ഇങ്ങോട്ടേക്ക് വരികയാണ് സംഭവം. പിന്നെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, കൊടുക്കാൻ ആളുമുണ്ട്, അതിന് ഇവിടെ അധികാര സ്ഥാനങ്ങളുണ്ട്. അതൊക്കെ വെച്ച് ലീഗ് കളിക്കുന്നൊരു കളി നമ്മുടെയൊക്കെ സങ്കല്പത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കും പറ്റിയ ഒരു ചെറിയൊരു പോരായ്മ മുസ്ലിം ലീഗിനെ യഥാവിധി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുക. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. ഈ പാർട്ടി രൂപീകരിച്ച കെ സാഹിബ്, ഉപ്പി സാഹിബ്, പോക്കർ സാഹിബ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ നേതാക്കന്മാർ, അവരൊക്കെ തന്നെ ആ കാലഘട്ടത്തിലെ സമ്പന്നരും ലാൻഡ് ലോഡൊക്കെ ആയിരുന്നു. പക്ഷേ അവർ അവരുടെ സമൂഹത്തോട് വളരെ കമ്മിറ്റഡ് ആയിരുന്നു. സംഭവം ഉദാഹരണമായിട്ട് പോക്കർ സാഹിബ്, ഉപ്പി സാഹിബ് ഒക്കെ തന്നെ. ഉപ്പി സാഹിബാണ് കുടിയാന്മാർക്ക് വേണ്ടി നിയമം കൊണ്ടുവരാൻ വേണ്ടി അവിടെ മദ്രാസ് അസംബ്ലിയിൽ വാദിച്ചത്. അതുപോലെ പോക്കർ സാഹിബ് പാർലമെൻറ്റിലൊക്കെ വാദിക്കുകയുണ്ടായി. CH മുഹമ്മദ് സാഹിബ് അതിനെ കുറച്ചും കൂടി പോപ്പുലറൈസ് ചെയ്തു മുസ്ലിം ലീഗിനെ. പിന്നീട് ഇബ്രാഹിം സുലൈമാൻ സേട്ടും കായികമില്ലത്തും വന്നപ്പോൾ ഇതിന് ദേശീയ സ്വഭാവം ഉണ്ടായി. പക്ഷേ അതിനുശേഷം, അതായത് ഒരു 80-ന് ശേഷം ഈ പാർട്ടിയുടെ സ്വഭാവം മുഴുവനും മാറി. അതിൻ്റെ പഴയ ഐഡിയോളജിക്കൽ അടിത്തറ തകർന്നു, അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് മാറി. പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കാലം വന്നതോടുകൂടി ഇതൊരു എന്താ പറയുന്നത്, ഒരു ബിസിനസ് സംഘമായിട്ട് മാറുകയാണ്. അത് ഈ നേതാക്കന്മാർ മാത്രമല്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ നേതാക്കന്മാരും ആ ബിസിനസ് സംഘത്തിൻ്റെ ഭാഗമാണ്. ഇതൊന്നും തന്നെ ഇവിടുത്തെ പത്രങ്ങൾ തുറന്നെഴുതില്ല. കാരണം അവർക്കും അവരുടേതായ കുറേ താല്പര്യങ്ങളുണ്ട്. ചില ചാനലുകൾ എഴുതില്ല. ചില ചാനലുകളൊക്കെ തന്നെ ആനുഷംഗമായിട്ടൊക്കെ പറയാറുണ്ട്. കാരണം അവർക്ക് ഇവരുമായിട്ടുള്ള ആ തരത്തിലുള്ള ബന്ധമുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ ആകെ ഒന്ന് പറയുന്നത് മുസ്ലിമിനെ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ചർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ EP ജയരാജൻ പറയുന്നത് മുസ്ലിം ലീഗാണ് UDFന്റെ നട്ടെല്ല്, ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, അവിടെ നിൽക്കണോ എന്ന് ലീഗ് ആലോചിക്കണം. ഈ BJP അവിടെ വരാനുള്ളൊരു സാധ്യതയൊക്കെ അവിടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് EP ജയരാജനെ പോലുള്ള ഒരു നേതാവ് ഇങ്ങനെ പറയുന്നത്. മുന്നണിയുടെ കൺവീനറാണ്, ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണോ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത്? അദ്ദേഹത്തെ പോലെ വളരെ എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റത്തിൻ്റെ എല്ലാ ഇതും മനസ്സിലാക്കിയ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾ കൂടുതൽ വിശദീകരണം അദ്ദേഹത്തിനോട് ചോദിക്കലാണ് നല്ലത് സംഭവം ഈ വിഷയത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം യാതൊരു സംശയമുള്ളത്. ഈ രണ്ടാം പിണറായി സർക്കാർ തുറമുഖ വകുപ്പിൻ്റെ ചുമതല INLന് കിട്ടുന്നു, അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയാകുന്നു. പക്ഷെ അത് 2.5 വർഷത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയി. അതിലൊരു പരാതി ഉണ്ടോ നിങ്ങൾക്ക്? പരാതി എന്നല്ല, അത് ആദ്യം തന്നെ ഒരു ധാരണയുടെ ഭാഗമാണ്. കാരണം ഒരു MLA മാത്രമുള്ള 4-5-6 കക്ഷികളുണ്ടായിരുന്നു. അതേസമയത്ത് INLനെ മന്ത്രിസഭയുടെ ഭാഗവാക്കാകണമെന്ന് സഖാവ് പിണറായി വിജയനും വന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് അക്കാര്യം പറഞ്ഞു. ഒരു MLA മാത്രമുള്ള കക്ഷികളെ ഞങ്ങൾ സാധാരണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താറില്ല. പക്ഷേ ഇത്തവണ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ പരിമിതിയുണ്ട്, അതിൻ്റെ മുമ്പിൽ കുറച്ച് ചാലഞ്ചും ഉണ്ട്. അതുകൊണ്ട് തന്നെ 2.5 വർഷത്തേക്ക് വീതമാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത്. ആദ്യ ടൈം INL അത് ഞങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു. ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു. അതിലൊക്കെ തന്നെ ഞങ്ങളോട് വളരെ സ്നേഹപൂർവ്വം വളരെ ഉദാരമായ സമീപനാണ് LDF നേതൃത്വം വഹിച്ചിരുന്നത്. അതിൽ ഏറ്റവും വലിയ ഈ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വലിയ സ്വപ്ന പദ്ധതികൾക്ക് തുടക്കമിടാൻ അതിന്റെ ഭാഗമാകാൻ ഒരു INLന്റെ സാരഥിക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വളരെ അഭിമാനകരമായ കാര്യമാണ്. ഒരുപക്ഷെ ഞങ്ങൾ അറിയാതെ കണ്ണീര് വന്നൊരു സംഭവമായിരുന്നു. അന്ന് അതിൻ്റെ കമ്മീഷനിങ് അവിടെ നടത്തിയ സമയത്ത്, കമ്മീഷനിങ് ഔപചാരികമല്ല, കപ്പൽ വരികയും ചൈനയിൽ നിന്ന് കപ്പൽ വരികയും ഏതായാലും ഇത് തുറമുഖത്തിൻ്റെ തുറന്നു കൊടുക്കുകയും ചെയ്ത ആ സമയത്ത്
ഒരു 2.5 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു മഹത്തായ നേട്ടമാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ ഈ പദ്ധതി തന്നെ കൈയൊഴിഞ്ഞൊരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് അധികാരമേറ്റ ഉടനെ തന്നെ അദാനിയുടെ സാരഥികൾ വന്ന് അവസ്ഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് കൂടിയിരുന്നു കൊണ്ട് കുറച്ച് കലണ്ടർ വൈസ് നമുക്ക് ഇതിൻ്റെ പദ്ധതി ആയിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകി എന്നുള്ളതാണ്. ഏത് പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്ന സമയത്തും യു ഗോ ഫോർവേഡ് മുന്നോട്ട് പോയിക്കോ എന്നുള്ള ഇത് വന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ സഹായത്തോടു കൂടിയാണ് അഹമ്മദ് സാഹിബിന് ഇത്രയും പെട്ടെന്ന് അത് കമ്മീഷൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ നല്ലൊരു ടീമിനെ കൊടുത്തു ഒഫീഷ്യൽ. സാധാരണ PS പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആകാം. പക്ഷേ ഞങ്ങൾക്കറിയാം തുറമുഖ വകുപ്പുമായിട്ട് നമ്മൾ വേണ്ടത്ര പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തുറമുഖ വകുപ്പിൽ നിന്ന് തന്നെ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ PS ആക്കി. അതുപോലെ തന്നെ ഈ വിഷയത്തിലൊക്കെ തന്നെ നമുക്ക് ഉപദേശം നൽകുന്ന എല്ലാവരുടെയും ഉപദേശം ഞങ്ങൾ തേടി നല്ല ഒരു മിനിസ്ട്രിയൽ സ്റ്റാഫിനെ ഞങ്ങൾ കൊടുത്തു, കഴിവും പ്രാപ്തിയുള്ള. അവരെല്ലാം തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി 24 മണിക്കൂറും അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ഇപ്പോൾ ജൂലൈ മാസമാണെന്ന് തോന്നുന്നു അത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ അവരുടെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചിലരെയൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ മാരിടൈം ബോർഡിൻ്റെ യോഗം ഉണ്ടായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ വിസിൽ എന്ന് പറയുന്ന ഗവൺമെൻറ് ഏജൻസി ഞങ്ങളുടെ ബോർഡിൻ്റെ മെമ്പറാണ്. അദ്ദേഹം പറയുകയുണ്ടായി കുറേ മുന്നോട്ട് പോയിരിക്കുകയാണെന്ന് സംഭവം. ഏതായാലും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അന്ന് ഞങ്ങളുടെ മഹാനായ സെഡ് സാഹിബിനെ ഞങ്ങളന്ന് സ്മരിച്ചു. കാരണം അദ്ദേഹം പറയാറുണ്ട് സാധാരണ എൻ്റെ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പറാകണമെന്നോ അല്ലെങ്കിൽ MLA ആണെന്നോ പറഞ്ഞാൽ അതൊന്നും തന്നെ നടക്കും ഞാൻ ഉറപ്പ് നൽകുന്നില്ല. പക്ഷേ നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കടമകളും അതുപോലെ ബാധ്യതകളും ചുമതലകളുണ്ടാവും. അത് ഭംഗിയായി നിർവഹിക്കുക. ഡു ദ ബെസ്റ്റ്. അയാൾ ഇന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കാണ് ചെയ്യുന്നത് വൃത്തിയായി മനോഹരമായും ചെയ്യുക എന്നുള്ളത്. കാരണം ജീവിതത്തിൽ ഉടനീളം തന്നെ ആ സത്യസന്ധതയും അതുപോലെ തന്നെ ആത്മാർത്ഥതയും കാണിച്ചും കൊണ്ട് ഫഹീറായി മരിച്ചൊരു മനുഷ്യനാണ്. 40-40 വർഷം പാർലമെൻറ്റിലുണ്ടായിട്ട് മരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു വീടില്ല, ഒരു കാറില്ല, അങ്ങനത്തെ ഒരു നേതാവാണ്. ആ നേതാവിൻ്റെ അനുയായി എന്ന നിലക്ക് തന്നെ ഞങ്ങളും തന്നെ വളരെ വളരെ സുതാര്യമായി സത്യസന്ധമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത്. ഈ അധികാര രാഷ്ട്രീയത്തിലേക്കൊക്കെ എത്തുമ്പോൾ വീണ്ടും INL പ്രതിസന്ധിയെ നേരിടുകയാണ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആളുകളൊക്കെ അങ്ങ് മാറിപ്പോകുന്നു, പലവിധ പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും തുടരുക? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ അക്കാര്യം ഇതിലും സെഡ് സാഹിബ് തന്നെയാണ് ഞങ്ങളുടെ മാർഗദർശി. അതായത് 1996 കാലഘട്ടത്തിൽ 96-95 കാലഘട്ടത്തിൽ ഒരു ജാഫർ തോളിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ആയിരമില്ലത്തെ കൾച്ചറൽ ഫോറം എന്ന് പറയുന്ന ഒരു താൽക്കാലിക സംവിധാനത്തിൽ കൂടിയാണ് INL രൂപീകരിക്കപ്പെടുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് അസംതൃപ്തരായവർ, അതുപോലെ തന്നെ ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിലുള്ള കാഴ്ചപ്പാടിൽ പിന്തുണക്കുന്നവരെല്ലാം തന്നെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിൻ്റെ നേതാവായിരുന്നു ജാഫർ അത്തോളി. അദ്ദേഹത്തെ പാർട്ടി രൂപീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സെക്രട്ടറിയൊക്കെ ആക്കി. പക്ഷേ എന്നിട്ട് പോലും തന്നെ ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾ മുൻനിർത്തി അല്ലാത്ത ചില ചുവടുകൾ ഉണ്ടായപ്പോൾ സുലൈമാൻ സെഡ് സാഹിബ് അതിന് തടയിട്ടു. അന്ന് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ദർ ഇസ് നോ കോംപ്രമൈസ്. അച്ചടക്കത്തിൻ്റെ വിഷയം വരുന്ന സമയത്ത് പാർട്ടിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. അങ്ങനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം വേഗം അവിടെ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെതായ ചില മേഖലയിലേക്ക് തിരിഞ്ഞു. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് കോവിഡ് കാലഘട്ടത്തിലൊക്കെ തന്നെ 1-2 വർഷം മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്നില്ല. പിന്നീട് കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദേശീയ നേതൃത്വം നമ്മളോട് പറഞ്ഞു മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ട് പുതിയ കമ്മിറ്റി എടുക്കണമെന്ന്. പക്ഷേ അന്ന് പ്രസിഡൻ്റായിരുന്ന പ്രൊഫസർ വഹാബ് അതിനൊന്നും തയ്യാറാവാത്ത സമയത്ത് ഞങ്ങൾക്ക് ഷോക്കോസ് നോട്ടീസ് തന്നു. ജനറൽ സെക്രട്ടറി എനിക്കും തന്നു. ഞങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തി ചെയ്യാം. പക്ഷേ അദ്ദേഹം മറുപടി പോലും കൊടുത്തില്ല. ഗുരുതരമായ അച്ചടക്ക ലംഘനം. കാരണം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പാപം എന്തെന്ന് വെച്ചാൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാം തീരുമാനിച്ചിരുന്നത് പണക്കട്ട തങ്ങളാണ്. ലോകത്ത് അഖിലേന്ത്യാ നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം ചലിപ്പിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഏക സംവിധാനം മുസ്ലിം ലീഗിലുള്ളത്. അതിൻ്റെ ഒരു ആവർത്തനമാകുന്ന വിധത്തിലാണ് ഈ മനുഷ്യൻ പെരുമാറിയത്. ആ സമയത്ത് അവർ ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ഒന്നും പറയില്ല. അവസാനം അവർ ഏകകണ്ഠമായി തീരുമാനിച്ചു ഈ അച്ചടക്ക ലംഘനം നടത്തി ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് 6 കൊല്ലത്തേക്ക് പുറത്താക്കാൻ വേണ്ടി. അങ്ങനെ പുറത്താക്കിയതാണ്. അദ്ദേഹം അച്ചടക്ക ഉള്ള ഒരു പാർട്ടി നേതാവാണെങ്കിൽ ഒന്നുകിൽ ആ മറുപടി അയച്ച അടക്കം അല്ലെങ്കിൽ ആ ഉത്തരവ് ശിരസ വഹിക്കുക.
എന്നിട്ട് മാപ്പപേക്ഷ തിരിച്ചു വരിക. അതിൽ അക്കാര്യത്തിൽ ഇടതുമുന്നണി ആ വിഷയം ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ CPM ആ വിഷയം ശരിയായ രീതിയിൽ പഠിക്കുന്നതിൽ ഒരു പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല. അന്ന് അതിന് പ്രധാന കാരണം അവിടെ കൊച്ചിയിൽ വെച്ച് 2022 ജൂൺ 31 അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അധികാരമേറ്റ സമയമായിരുന്നു. അവിടെ ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അലങ്കോലപ്പെടുത്താനും അക്രമസക്തമാക്കാനും വഹാബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘത്തെ, പ്രൊഫഷണൽ ഗുണ്ടാ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം അഹമ്മദ് ദേവർകോവിൽ കോഴിക്കോട് മത്സരിച്ചതും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതും മന്ത്രിയായെന്നൊന്നും കണ്ടിരിക്കാൻ ഇദ്ദേഹത്തിന് മാനസികാവസ്ഥ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കുഴപ്പമുണ്ടാക്കുക. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. കുഴപ്പമൊക്കെ ഉണ്ടായി INLനെ LDF പുറന്തള്ളിക്കഴിഞ്ഞാൽ വേറൊരാൾക്ക് മന്ത്രിയാകാമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ LDFൻ്റെ മുമ്പിൽ അതൊന്നും നടന്നില്ല. ആ കാലഘട്ടത്തിൽ യശസ്വീരനായ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സാറ് നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ മുന്നണിയിലേക്ക് എടുത്തത്, മന്ത്രിസ്ഥാനം തരുന്നത്. പക്ഷേ ഇത്തരമൊരവസ്ഥ ഉണ്ടായാലും ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. യാതൊരു സംശയവുമില്ല, ഞങ്ങളെയും ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ പാർട്ടിയുടെ മുഖം വികൃതമായാലും ശരി, എനിക്ക് എൻ്റെ കാര്യം നടക്കണം, അല്ലെങ്കിൽ ഞാനായിരിക്കണം സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനെ തടയിട്ടതാണ് ആ പ്രശ്നത്തിന് കാരണം. അതുകൊണ്ട് തന്നെ അവർ പാർട്ടിക്ക് പൂർണ്ണമായി പുറത്താണ്. ഒരു കുട്ടിയില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ കണ്ണൂർ? ആരുമില്ല. അവിടെ കാസർഗോഡുണ്ട്, ആരുമില്ല. അവിടെ ഈ കുഴപ്പത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ചെറിയൊരു ഗ്യാങ് ഉണ്ട് അവിടെ കൊടുവള്ളിയിൽ, കോഴിക്കോട്. ഇപ്പോൾ അവരിപ്പോഴും ഒരു 10 ആളെ സപ്ലൈ ചെയ്യുന്നത് അവരാ. ഈ റഹീമിന്റെ വിഭാഗം, അതായത് PT റഹീം സാഹിബിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, NSC എന്ന് പറയുന്നത്, നാഷണൽ സെക്കുലർ കോൺഫറൻസ്. ആ പാർട്ടി ഒരു ഘട്ടത്തിൽ നമ്മുടെ പാർട്ടിയിലേക്ക് ലയിപ്പിച്ചിരുന്നു. ലയിപ്പിച്ച സമയത്ത് എല്ലാവരും തന്നെ നമ്മുടെ പാർട്ടിയിലേക്ക് വന്നില്ല. പകുതിയും അവിടെ തന്നെ നിന്നു. കാരണം അവരുടെ താല്പര്യം രാഷ്ട്രീയമോ അല്ലെങ്കിൽ തത്വാധിഷ്ഠമായ ഒരു നിലപാടൊന്നുമല്ല. അവർക്ക് അവരുടേതായ കുറച്ച് താല്പര്യമുണ്ട്. ആ എന്ത് താല്പര്യം ഞാൻ ഇപ്പോഴും പരസ്യമായിട്ട് പറയുന്നില്ല. അത് നിലനിർത്താൻ വേണ്ടിയാണ് അവർക്കൊരു മന്ത്രി വേണോ. അപ്പം അഹമ്മദ് ദേവർകോവിലിനെ തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മന്ത്രിയാകാമെന്നൊക്കെ ഇവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് ഇവരെ കൊണ്ട് ഈ കുട്ടിച്ചോറ് മന്ദിക്കുന്നത് സംഭവം. PT റഹീം അവിടെ സ്വതന്ത്രമായൊക്കെ മത്സരിച്ച് അത് ആയിരിക്കാം. പക്ഷെ അദ്ദേഹമല്ല ഇതിൻ്റെ, വേറെ പലരും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. ഒരു ലോബി എന്നേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം ഞാൻ ഒരിക്കലും തന്നെ പറയുന്നില്ല. ഒരു ലോബി ഇതിൻ്റെ പിന്നിൽ കളിച്ചു. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പം INLന് പുറത്ത്, അവരൊക്കെ ഭൂരിഭാഗം അവരുടേതായ വഴിക്ക് പോയിട്ടുണ്ട്. അതേസമയം INL നിന്ന് പോയവരെല്ലാം തന്നെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അതൊക്കെ LDF മനസ്സിലാക്കിയിട്ടുണ്ട് നന്നായിട്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാസർഗോഡ് ഇതിനിടയ്ക്ക് കൺവെൻഷൻ വരെ നടത്തിയിട്ട് ആകെ 4 പേരെ ഉണ്ടായത്. അവസാനം കണ്ണൂരിൽ നിന്നും കാസർഗോഡ്, ഇവിടുന്ന് കോഴിക്കോട് നിന്നൊക്കെ പോയിട്ടാണ് 20 പേരെ തയ്ച്ചത്. അവിടെ ഒന്നും ആളൊന്നുമില്ല. ഇത് 1-2-3-4 വ്യക്തികൾ തമ്മിലുള്ള കിട്ടുണി സർക്കസാണ്. ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ LDFൻ്റെ ഉത്തരവാദപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സെട്ടിൻ്റെ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പാർട്ടി ഒരു അമാനത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൈയേൽപ്പിച്ച ഒരു വലിയ സത്യസന്ധമായ ഒരു പാരമ്പര്യ നിലയ്ക്ക് തന്നെ ഞങ്ങളതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്കതിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട, ഈ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ കണ്ട മറ്റൊരു കാര്യം, സമസ്തയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു. സമസ്തയെ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രിയായാലും മറ്റ് CPMൻ്റെ നേതാക്കളായാലും ഒക്കെ തന്നെ വലിയ തോതിൽ അവരെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. അത് സമസ്തയിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ എതിർക്കുന്ന വിഭാഗവും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റുന്നു. ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് CPM എടുത്ത ഈ നിലപാടിനെ എങ്ങനെയാണ് INL കാണുന്നത്? സമസ്ത 1926 ഉണ്ടാക്കിയ ഒരു മതസംഘടന, സുന്നികളുടെ മതസംഘടന. അതേസമയം മുസ്ലിം ലീഗ് വരുന്നത് 1936 മലബാറിൽ രൂപീകരിക്കപ്പെടുന്നത്. ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ചന്ദ്രിക പത്രം പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സമസ്തക്ക് അവരുടേതായ ഒരു മാസികയൊക്കെ ഉണ്ടായിരുന്നു. അത് ആധികാരികമായി പണ്ഡിത സംഘടനയാണ്. സമസ്ത വളരെ വ്യക്തമായി അവരുടെ ഒരു പ്രമേയത്തിൽ പറയുന്നുണ്ട്, സമസ്തക്ക് രാഷ്ട്രീയമില്ല. സമസ്തയുടെ വ്യക്തികൾക്ക് രാഷ്ട്രീയമുണ്ടായിരിക്കാം, പക്ഷേ സമസ്ത സംഘടന എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയമില്ല എന്ന്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിന് കാരണം സുന്നികളിൽ ഒരു നേതാവ് തന്നെ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവായി വന്നു കഴിഞ്ഞാൽ മലപ്പുറം പോലെയുള്ള സ്ഥലത്തുള്ള സുന്നികൾ, ഭൂരിപക്ഷം വരുന്ന സുന്നികളെ അതിലേക്ക് ആകർഷിക്കുന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു.
എനിക്ക് പഠിക്കാൻ പറ്റിയൊരു ചരിത്രം 1948 മുസ്ലിം ലീഗ് രൂപീകൃതമായി മലബാർ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് ഇങ്ങനെ സമസ്തക്ക് സുന്നിയായ ഒരു നേതാവ് അമരത്ത് വേണമെന്ന് നിർദ്ദേശം വെച്ചത് മുജാഹിദുകളുടെ സലഫികളുടെ നേതാവായ KM മൗലവിയായിരുന്നു. കാരണം അവരുദ്ദേശിച്ചത് എന്നാൽ മാത്രം സാധാരണക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അന്ന് ബാഫയ്ക്ക് തങ്ങൾ സമസ്തൻ്റെ നേതാവ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആയപ്പോൾ തന്നെ സമസ്തയുടെ കാര്യം വരുന്ന സമയത്ത് സമസ്തക്കായിരുന്നു മുൻഗണന കൊടുത്തിരുന്നത്. ഉദാഹരണമായി സമസ്തയും അതുപോലെ MES തമ്മിൽ ചെറിയ തർക്കമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ ആശയപരമായ തർക്കങ്ങളുണ്ടായി. ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിലിനെ കൊണ്ട് ബാഫയ്ക്ക് തങ്ങൾ പ്രമേയം പാസ്സാക്കി MES യാതൊരു ബന്ധവും വേണ്ട എന്ന്. അദ്ദേഹത്തിൻ്റെ ശേഷവും തന്നെ സമസ്തയും മുസ്ലിം ലീഗും നല്ലൊരു ബന്ധത്തിലായിരുന്നു. പക്ഷേ 1970 കാലഘട്ടമാകുമ്പോഴേക്കും മുസ്ലിം ലീഗ് അമിതമായ സ്വാധീനം ചെലുത്താൻ തുടങ്ങി സമസ്തയുടെ മേലെ. ഉദാഹരണമായി പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന് പറയുന്ന ആ സർവകലാശാല, ആ കോളേജ് സ്ഥാപിച്ചത് സമസ്തയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാപനമായി അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാർഷികം വരുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യുന്നതും മുസ്ലിം ലീഗ് മന്ത്രി, അധ്യക്ഷം വഹിക്കുന്നത് മുസ്ലിം ലീഗ് മന്ത്രി, എല്ലാ മുസ്ലിം ലീഗ് മയമായ സമയത്ത് സമസ്തയുടെ അന്നത്തെ നേതാക്കന്മാർ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഷംസുലുലമ, അതുപോലെ തന്നെ കാന്തരം അബൂബക്കർ മുസ്ലിയാർ, കണ്ണൂർക്കാരനായ PA അബ്ദുള്ള മൗലവി, കോയോട് മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി പിന്നെ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിന് ഒരു പരിധി വേണമെന്ന്. അങ്ങനെയാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആദ്യമായി. അവസാനം അത് 89 സമസ്തയുടെ പിളർപ്പിലേക്ക് നയിക്കുകയാണ്. അങ്ങനെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും MA അബ്ദുൽ ഖാദർ മുസ്ലിയാരൊക്കെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പുറത്തേക്ക് വരുന്നത്. അവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിലാണ് വന്നത്. അതിനുശേഷം ഈ പറയുന്ന EK വിഭാഗം എന്ന് പറയുന്ന സമസ്ത, ഇപ്പോൾ ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയും വളരെ മുന്നോട്ട് പോയ സമയത്തും ഒരു പരിധിവരെ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണങ്ങളെ അവർ തടഞ്ഞു നിർത്തിയിരുന്നു. പക്ഷെ സമീപകാലത്ത് കാന്തപുരം വിഭാഗം വളരെ ശക്തിപ്പെടുകയും അവരുടേതായ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ വന്ന സമയത്ത് വീണ്ടും തന്നെ ഈ EK സമസ്തയിലും ചില പ്രശ്നങ്ങളുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ അമിതമായ കൈകടത്തിൽ അവരെ പ്രയാസപ്പെടുത്തി. ഈ ഭാഗത്ത് വളരെ മുന്നോട്ട് പോയി, പക്ഷേ EK വിഭാഗത്തിന് വളരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവരൊന്നും തന്നെ മുസ്ലിം ലീഗിൻ്റെ കാലിനടിയില്ല. അപ്പോഴാണ് അതിൻ്റെ അസ്തിത്വ പ്രതിസന്ധി നേരിടുമ്പോഴാണ് വീണ്ടും ഇതിൽ നിന്ന് കുടഞ്ഞു മാറ്റാൻ വളരെ ശ്രമം വന്നത്. ജിഫ്രി തങ്ങൾ വന്നോടുകൂടി അദ്ദേഹം ആർജവമുള്ള ഒരു നേതാവാണ്. തങ്ങൾ വലിയ അഗാധ പണ്ഡിതനാണ്. പിന്നെ ജിഫ്രി കുടുംബത്തിൻ്റെ പ്രത്യേകത, അവർ പോരാട്ട പാരമ്പര്യമുള്ളവരാണ്. മമ്പുറം തങ്ങളെന്നൊക്കെ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ചരിത്രത്തിൽ ഇടം നേടിയവരുടെ പിൻഗാമികളാണ്. ഇദ്ദേഹം വന്നതോടുകൂടി സമസ്തയുടെ അസ്തിത്വം നിലനിർത്തണം, മുസ്ലിം ലീഗിൻ്റെ അമിതമായ കൈകടത്തൽ വേണ്ട എന്നുള്ള ഒരു സമീപനം വന്നു. അവരാണ് അവസാനം സുപ്രഭാതം പത്രമൊക്കെ തുടങ്ങുന്ന സംഭവം. പക്ഷേ അപ്പോഴൊന്നും മുസ്ലിം ലീഗിനോട് വെല്ലുവിളിക്കാനൊന്നും പോയില്ല. മുസ്ലിം ലീഗിൻ്റെ കൂടത്തരം ചടിച്ചു. പിന്നെ ഒരു ഘട്ടം വന്ന സമയത്താണ് മുസ്ലിം ലീഗിൻ്റെ അമിതമായ കൈകടത്തൽ അവർക്ക് പ്രയാസമുണ്ടാകുന്നത്. ആ സമയത്താണ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്തയുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. ആ ഘട്ടത്തിൽ അവരുടെ ആവശ്യമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരെയോ വിളിക്കുന്നുണ്ടാകാം, സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടാകാം. ഒരു കാര്യം സമസ്തക്ക് വേണ്ടത് എന്തും തന്നെ ഞങ്ങൾ മുഖേന ചെയ്യണമെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ഇതിനു മുമ്പ് മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. അവർക്ക് സ്കൂൾ അനുവദിക്കണമെങ്കിലോ പരിപാടിയിലെ ഒരു നേതാവ് പങ്കെടുക്കണമെങ്കിലോ ഞങ്ങൾ പെർമിഷൻ വാങ്ങിത്തരാമെന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ജിഫ്രി തങ്ങളുടെ കാലം വന്നതോടുകൂടി മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കാനും തുടങ്ങി. അവരാണെങ്കിൽ വളരെ ഉദാരമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയും ചെയ്തു. അതൊരിക്കലും തന്നെ മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെയാണ് ഇവർ CPM സമസ്തയിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങിയത്. CPM യഥാർത്ഥത്തിൽ സമസ്തയുടെ യോഗത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാരെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. അതേ സമയത്ത് അവർ CPM-ഉമായിട്ടും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായും അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെതിരുന്നില്ല. എതിർക്കേണ്ട ആവശ്യമില്ല. എല്ലാ സാംസ്കാരിക മതവിഭാഗങ്ങളും ഇവരുമായിട്ട് അടുക്കുന്നത്. ഇത്തരമൊരു ഘട്ടം വന്നപ്പോഴാണ് അതിൽ ചിലർ, നമ്മളെ ഉമർ ഫൈസി മുക്കം പോലുള്ളവർ തുറന്ന ചില കാര്യങ്ങൾ പറയുന്നത്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. സമസ്ത അങ്ങനെയുള്ളൊരു സംഘടനയും കൂടിയാണ്. അതാണ് എല്ലാവരും തന്നെ CPM വല്ലാതെ ഇടപെടുന്നു എന്നൊക്കെ പറയുന്നത്. CPM അതിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മതസാംസ്കാരിക വിഭാഗത്തെ ഒരു കാലഘട്ടത്തിൽ CPM-ൻ്റെ അടുക്കാൻ പാടില്ല, അവർ നിരീശ്വരവാദികളാണ്, അവർ നിർമ്മതക്കാരെന്നൊക്കെ പറഞ്ഞ മുസ്ലിം ലീഗ് പോലും അടുത്തിരുന്നില്ല.
അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവർ അടുക്കുന്ന സമയത്ത് ഇവർക്ക് ഭയമുണ്ടായി. ഞങ്ങളുടെ കാലിനടിയിൽ വീണ്ടും മണ്ണൊലിച്ചു പോവുകയാണെന്ന് കണ്ടപ്പോഴാണ് ഇവർ ബഹളം ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ ഈ വലിയ വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ വിജയം, അതൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മുൻനിർത്തിയാണ്. അപ്പോൾ സമസ്തയുടെ ഒരു അടി മുസ്ലിം ലീഗിന് കിട്ടാൻ പോകുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ആയിരിക്കുമോ? ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സമസ്ത ഇപ്പോഴും അതിൻ്റെ അസ്തിത്വമൊക്കെ വീണ്ടെടുത്തും കൊണ്ട് ആർജവത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു സ്വതന്ത്ര സംഘടന നിലക്ക്. ആ സംഘടന ഒരു പണ്ഡിത സഭയായതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാണ് അതിൻ്റെ ശരിയായ പേര്. ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ ഒരു സഭയാണ് ആ സഭ. പിന്നെ അതിൻ്റെ കീഴ്ഘടകമാണ് SYS, അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അതെല്ലാം തന്നെ. അവർക്ക് വലിയൊരു ഘടനയുണ്ട്. ലോകത്തിൽ ഇത്ര അധികം ശാസ്ത്രീയമായി മദ്രസ പഠനം നടത്തുന്ന ഒരു സംവിധാനം സമസ്തൻ്റെ കീഴിലേ ഉള്ളൂ. അത്ഭുതപ്പെട്ടു പോകും. മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇതില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ മത സാംസ്കാര രംഗത്ത് വളരെ ശ്ലാഘനീയമായ സേവനങ്ങൾ നടത്തുന്ന ഇവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഞങ്ങളൊക്കെ ഇവരുമായിട്ടൊക്കെ ബന്ധം, രണ്ട് സമസ്തയായിട്ട് ഞങ്ങൾ അടുത്ത് ഇടപഴകുന്നുണ്ട്. ഞങ്ങൾ മുജാഹിദുകളുമായിട്ടൊക്കെ ഇടപഴകുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ ഈ വിഭാഗത്തിലുണ്ട്. പക്ഷെ ഉണ്ടായിരിക്കാം, യാതൊരു സംശയവുമില്ല. ധാരാളം സുന്നികളുണ്ട്. ഇദ്ദേഹം നമ്മുടെ ആഷിമൊക്കെ തന്നെ സുന്നിയുടെ സജീവ ഇതായിരുന്നു സംഭവം. പിന്നീട് ഇത് നമ്മളൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസവുമായി നമ്മൾ ആരാധനകൾ നടത്താം, നമ്മുടെ കാഴ്ചപ്പാട് പോകാന്നല്ലാതെ നമ്മൾ അതിൽ രാഷ്ട്രീയം ചെലുത്തുന്നതിൽ ശരിയല്ല എന്നുള്ള അഭിപ്രായം. ഇതിനൊരു മറുവശം, അതായത് വിഭാഗത്തോട് കൂടുതൽ CPM അടുക്കുന്നു എന്നുള്ളൊരു പ്രതീതി വരുമ്പോൾ സ്വാഭാവികമായും ഒരു അതൃപ്തി AP വിഭാഗത്തിന്, കാന്തപുരം വിഭാഗത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുന്നി വിഭാഗത്തിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതൊക്കെ ചില നമ്മുടെ അനുമാനങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇവരെ മനസ്സിലാക്കേണ്ടത് ഇവർ പണ്ഡിത സഭയാണ്. പണ്ഡിതന്മാരെ കാഴ്ചപ്പാട് നമ്മുടെ ചെറിയ ചെറിയ രാഷ്ട്രീയ അജണ്ടകൾക്കും അപ്പുറമായിരിക്കാം. എനിക്ക് ഇവരുമായിട്ട് അതാണ് കാന്തപുരം പറഞ്ഞത്. ഈ മലബാർ മേഖലയിൽ ഒരു സംസ്ഥാനം വേണമെന്നൊരു വിഭാഗത്തിന്റെ SYSന്റെ ഒരു പ്രധാനപ്പെട്ട ആൾ പറയുകയാണ്, അതിനെ എതിർക്കുകയാണ് കാന്തപുരം. യാതൊരു സംശയവുമില്ല, അതിന് നമ്മളെല്ലാം തന്നെ എതിർക്കും. അതായത് നമ്മൾ വിഷയങ്ങളെ വൈകാരികമായി കാണാൻ പാടില്ല, അവധാനത വേണം. അതൊരു നേതാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഒരു അവധാനതയാണ്. ഇവിടെ കുറച്ച് സീറ്റിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് ഇവിടെ മലബാർ സംസ്ഥാനം വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് ആരുടെ കയ്യിൽ വടി കൊടുക്കല? BJPൻ്റെ കയ്യിൽ വടി കൊടുക്കലാണ്. സുരേന്ദ്രൻ ദേശീയ തലത്തിൽ തന്നെ വിഷയമാക്കിയത്. പണ്ട് RSSന് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, താനൂരിൽ നിന്ന് കറാച്ചിയിലേക്ക് നേരിട്ട് കപ്പൽ പോകാൻ വേണ്ടി ഒരു മലബാറിസ്ഥാന് വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ചരിത്രം ഓർക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ പഴയ RSSൻ്റെ പ്രസിദ്ധീകരണം നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ വിഷയത്തിൽ പഠിക്കുന്നുണ്ട്, അലിഗറിൽ എൻ്റെ ഒരു വിഷയം കൂടിയാണ്, മോഡേൺ പൊളിറ്റിക്കൽ തോട്ട്. അതിലിത് പറയുന്നുണ്ട്. RSS രൂപീകരിക്കപ്പെടാൻ തന്നെ പ്രധാന കാരണം 1921 കലാപം എന്നൊക്കെ പറയുന്നുണ്ട് സംഭവത്തിൽ. ആ മാത്രമല്ല അന്നത്തെ മലബാറിലെ മുസ്ലിങ്ങളുടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചരിത്രം ഒക്കെ അറിഞ്ഞും കൊണ്ട് തന്നെ വളരെ അവധാനതയോട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഒരു 2-3 സീറ്റിൻ്റെ കുറച്ച് സീറ്റിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ 2-3 ബാച്ചിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് വേറെ ഒരു സംസ്ഥാനം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഇവിടുത്തെ ക്ഷുദ്രശക്തികൾക്ക് നമ്മൾ അടിക്കാനുള്ള വടി കൊടുക്കലാണ് സംഭവം. ഇപ്പോൾ തൃശ്ശൂരിൽ BJP വിജയിച്ചു. പല നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഒക്കെ എത്തി നിൽക്കുന്നു. ഒരു BJP കേരളത്തിലും പിടിമുറുക്കാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? BJPയുടെ ഇപ്പോഴത്തെ മുന്നേറ്റം നമ്മൾ കാണാതിരുന്നു കൂടാ. അതായത് വിദ്യക്കിപ്പുറം തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടക ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കാവ്യ രാഷ്ട്രീയം പച്ച പിടിക്കില്ല എന്നുള്ളത് യൂറോപ്പിലെ ഗവേഷകരുടെ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ജഫ്രലറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയ ഇൻഡോളജിസ്റ്റാണ്, ഫ്രഞ്ച് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം കേരളത്തിലൊക്കെ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, നമ്മളാരും കാണാറില്ല എന്നുള്ളത്. അദ്ദേഹം ഒരു 20 വർഷം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ തന്നെ ഈ BJPക്ക് ഒരു ആഴത്തിൽ ഇറങ്ങണമെങ്കിൽ ഇവിടെ ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാകണം. അയാൾ ഉപയോഗിച്ച വാക്ക് സോഷ്യൽ എൻജിനീയറിംഗ് എന്നാണ്. ഒരു പുതിയ മാറ്റം ഉണ്ടാകണം. അതിലെന്ത് ചെയ്യണം? ഇവിടുത്തെ ഏതെങ്കിലും ഗ്രൂപ്പ്, സാമൂഹ്യ വിഭാഗങ്ങൾ അവരുമായിട്ട് അടുക്കണം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതാണ് സംഭവം. നമ്മൾ RSSൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയില്ല, കാരണം സുതാര്യമല്ലാത്തത് കൊണ്ടാണ്. രാംദേവ് എന്ന് പറയുന്ന RSSൻ്റെ നേതാവ്, അയാൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഐ നോ ഹിം വെരി വെൽ. അദ്ദേഹം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഈറ്റിലമായിരുന്നു. മേഘാലയ, മണിപ്പൂർ, അസം, ആ ഭാഗം. ഇപ്പം എന്തുകൊണ്ട് BJPയിലേക്ക് പോയി? അദ്ദേഹം അവിടെ ഇരുന്നും കൊണ്ട് അതിനെ മുഴുവനും തന്നെ കാവ്യവൽക്കരിക്കുകയായിരുന്നു.
അത്തരത്തിൽ കാവ്യവൽക്കരണം ഇവിടെ അരിച്ചരിച്ച് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും ഗൗരവത്തിലെടുത്തില്ല. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കണ്ണൂരടക്കമുള്ള പല ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രത്തിൽ പോലും തന്നെ BJPക്ക് വോട്ട് കൂടിയിരിക്കുകയാണ്. അതിനർത്ഥം ഇവിടെ ഒരു ഹിന്ദുത്വവൽക്കരണം നടക്കുന്നുണ്ട്. ഇവരുടെ ജഫ്രച്ചിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി ഇതിൻ്റെ പിന്നിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവർ, ആദിവാസികൾ, പട്ടികജാതി പട്ടികവർഗം, അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളി, ഇവരുടെ ഇടയിലേക്ക് ഇവർ കയറി ചെല്ലുകയാണ്. അതിന് പലതരത്തിലുള്ളതാവാം. ചിലപ്പം വർഗീയതായിരിക്കാം ആയുധം, ചിലപ്പം സാമ്പത്തികമായ നേട്ടങ്ങളായിരിക്കാം. ഉദാഹരണമായിട്ട് BJPയുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം ജില്ലയിൽ എത്ര കോടി ചെലവഴിച്ചു എന്ന് നിങ്ങളൊരു ഗവേഷണം നടത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിൻ്റെ നിരവധി പദ്ധതികൾ താഴേക്കിടയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു സംഭവം. അവിടെ വയനാട്ടിൽ കെ സുരേന്ദ്രൻ്റെ BJPൻ്റെ പ്രചാരണ സമയത്ത് 50,000 കിറ്റുകൾ കണ്ടെടുക്കുകയുണ്ടായി. ഇവർ പാവങ്ങളുടെ ഇടയിൽ പണം കൊടുത്തോ അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചോ ബുദ്ധിപരമായി അവരെ മാറ്റിയെടുത്തോ ആണ് കയറി ചെല്ലുന്നത്. അതിനാണ് ഇവർ സോഷ്യൽ എഞ്ചിനീയറിംഗ് പറയുന്നത്. യഥാർത്ഥത്തിൽ വർഗീയവൽക്കരണ, ഹിന്ദുത്വവൽക്കരണമാണ് നടക്കുന്നത്. അതിവിടെ നടന്നു കഴിഞ്ഞത് കൊണ്ടാണ് 20% വോട്ട് കിട്ടിയത്. പണ്ട് 15-ന് താഴെയായിരുന്നു സംഭവം. അങ്ങനെയാണ് കുറേ മണ്ഡലങ്ങളിൽ 10-12 മണ്ഡലങ്ങളിൽ അവർക്ക് ഇപ്പോൾ 1-ാം സ്ഥാനത്തെത്താൻ പറ്റിയത്. ഇത് അപകടകരമായ ഒരു മുന്നറിയിപ്പാണ്. ഇതിൽ ഒരു കാര്യം, ഇതൊക്കെ ചെറുക്കേണ്ട ബാധ്യത LDFൻ്റെത് മാത്രമാണ് എന്നാണ് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം വരുന്നത്. എന്ത് വിഷയം വരുമ്പോഴും RSSനെയും BJPനെയും തടഞ്ഞു നിർത്തേണ്ട ബാധ്യത LDFൻ്റേതാണ്. ഇവർക്കൊരു പ്രശ്നമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തരം കിട്ടുമ്പോഴെല്ലാം തന്നെ ഇവർ എന്ത് ചെയ്യുന്നത്, സഖ്യം ഉണ്ടാക്കുന്നത്, കോലീബി സഖ്യം ഉണ്ടാക്കുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് അവസാനം കോൺഗ്രസിൻ്റെ അവസാനത്തെ വോട്ടും നേടിയിട്ട് മാത്രമേ അവർ രംഗത്തേക്ക് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് വർഗീസ് ഉണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഒരു 10-15 സീറ്റ് നേടും. അതിനുശേഷം ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് 2-1 മുന്നണി ഞങ്ങളെ ക്ഷണിക്കും, മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടി. അവരാതരത്തിലുള്ള ഒരു അജണ്ടയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെല്ലായിടത്തും തന്നെ ഇങ്ങനെ മെല്ലെയാണ് കയറിപ്പോകുന്നത് എന്നുള്ളത്. നമുക്ക് ഇത്രമാത്രം തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടായിട്ടും ഡൽഹിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഡൽഹിയിലുള്ള സീറ്റ് മുഴുവനും തന്നെ BJPക്കാണ് കിട്ടിയത്. കെജ്രിവാൾ ഇറങ്ങി വന്നുകൊണ്ട് എന്തെല്ലാം യുദ്ധം നടത്തി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനസംഘത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും ഡൽഹിയിൽ BJP ആഴത്തിൽ വേരൂന്നിയിരുന്നു. RS ശക്തി കേന്ദ്രമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൻ്റെ അവസ്ഥ അതാ. പിന്നെ BJPയുടെ എത്തിക്കഴിഞ്ഞാൽ അവരെ തുരത്താൻ കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ള കാര്യവും ഈ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ്. RSSന്റെ 3M പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്ന ആ മിഷണറി വിഭാഗം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ശരിക്കും ഈ ക്രിസ്ത്യൻ വിഭാഗവുമായി BJP കൂടുതൽ അതായത് കേരളത്തിലെ ഇന്നത്തെ പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് ഇതുണ്ടല്ലോ, ആ പോപ്പുലേഷൻ്റെ കണക്കെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് 26-27% മുസ്ലിങ്ങളാണ്, ഒരു 19-20% ക്രിസ്ത്യാനികളാണ്. ഈ 40% ന്യൂനപക്ഷങ്ങൾ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാതെ ഇവർക്ക് ഹിന്ദു വോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ഡെമോഗ്രാഫിക് ഗ്രാഫ് മറ്റെവിടെയും കാണാൻ പറ്റില്ല. കാശ്മീരിൽ പോലും കാണാൻ പറ്റില്ല. കാശ്മീരിൽ വെറും മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളത്. കേരളത്തിൽ മാത്രമാണുള്ളത് ക്രിസ്ത്യാനികളുള്ളത്. പിന്നെയുള്ള വടക്ക് കിഴക്കൻ പ്രദേശത്ത് മണിപ്പൂർ പോലുള്ള അവിടുത്തെ ഒരു പ്രശ്നം വരുന്ന അവിടെ മുസ്ലിങ്ങൾ വേണ്ടത്രയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വളരെ മണിപ്പൂര് കത്തുമ്പോഴും തൃശ്ശൂരിൽ വോട്ട് പിടിക്കുക, അതിന് അവരൊരു സിദ്ധാന്തം ഉണ്ടാക്കിയത്. അതിൽ അവർ അഗ്രഗണ്യന്മാരാണ്, നമ്മുടെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ. അവർ സിദ്ധാന്തം ഉണ്ടാക്കി അവിടെ നടക്കുന്നത് വംശീയ കലാപമാണ് എന്ന്. ശുദ്ധ വർഗീയതയാണ്. എത്ര ക്ഷേത്രങ്ങൾ തകർത്തു എന്നറിയാം. ഏറ്റവും കൂടുതൽ പിച്ചു ചിന്തപ്പെട്ടത് കന്യാസ്ത്രീകളുടെ മാനമായിരുന്നു സംഭവം. ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ചത്. പക്ഷെ അത് കണ്ടില്ലത് നടിക്കുകയാണ് ഇവർ സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടായിട്ട് ബന്ധമുണ്ടാക്കിയെന്ന് മാത്രമല്ല, കാസ പോലെയുള്ള സംഘടനകൾ കടുത്ത RSSനേക്കാൾ കടുത്ത മുസ്ലിം വിരോധമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ കാണാതിരുന്നുകൂടാ. അത് ഇന്ധനമാക്കിക്കൊണ്ടാണ് നമ്മുടെ സുരേഷ് ഗോപി അവിടെ ജയിച്ചിരിക്കുന്നത്. അവിടെ മുരളീധരൻ ആറ്റിങ്ങലും അതുപോലെ തന്നെ അവിടെ തിരുവനന്തപുരത്തൊക്കെ തന്നെ ഇവർ പ്രചാരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ
ഇവിടുത്തെ മൈനോറിറ്റീസ് ഏത് വിഭാഗമായാലും ശരി കമ്മ്യൂണിസ്റ്റുകാരുമായി ഒത്തൊരുമിച്ച് കൊണ്ട് മാത്രമേ ഇവരുടെ ഈ വെല്ലുവിളിയെ നേരിടാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഈ മുസ്ലിം ലീഗുകാരോ കോൺഗ്രസ്സോ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്ത് വരില്ല. കാരണം അവർക്ക് അവരുടേതായ കുറേ താല്പര്യങ്ങളുണ്ട്. അവിടെ എയർ ബാങ്കിൽ അവിടെ ഏത് സമയത്ത് ഇടി കയറാൻ സാധ്യതയുണ്ട്. ഇടി കയറുന്നത് പേടിച്ചും കൊണ്ട് ഒരിക്കലും തന്നെ ഇവർ അവിടെ മോദിയുടെ ഇപ്പോൾ ദുർബലമായ ഗവൺമെൻറ്റിനെതിരെ പോലും ഒരക്ഷരം മിണ്ടാൻ സാധ്യതയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് സംഭവമാണ് ഇത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ സാമ്പത്തികമായ മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറാണ് നമ്മളോടൊപ്പം ഈ 1 മണിക്കൂർ ചേർന്നത്. അദ്ദേഹം ഈ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ വളരെ അപകടകരമായ സാഹചര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് BJP കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത്. 20% വോട്ട് അവർ നേടി എന്നുള്ളത് ഗൗരവമായി തന്നെ എല്ലാവരും കാണണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. ഈ RSSനെ BJPയെ ചെറുത്തു നിൽക്കാനുള്ള ബാധ്യത അത് ഇടതുപക്ഷത്തിൻ്റേത് മാത്രമല്ല, മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമൊക്കെ അതിൻ്റെ ആ ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചു. INL എന്ന പാർട്ടി അതിശക്തമായി തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറി കരുത്തുറ്റ ഒരു മുന്നണിയായി ഇടതുപക്ഷം മാറും എന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച INLൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിന് തുടർന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.